ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും ബോർഡംഗം അജികുമാറും ഗൂഢാലോചനകളിൽ പങ്കാളികളായെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പങ്കജ് ഭണ്ഡാരിക്കും പണമുണ്ടാക്കാൻ അവസരമൊരുക്കി തുടരെ സ്വർണം അപഹരിക്കുന്നതിന് ഒത്താശ ചെയ്തെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ. SIT കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന്. പി.എസ്. പ്രശാന്തിനെയും അജികുമാറിനെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കൊല്ലം വിജിലൻസ് കോടതി. വിശദാംശങ്ങളുമായി ഷമീർ ചേരുകയാണ്. ഷമീർ, എന്തായാലും രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അജികുമാർ രാവിലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നടക്കം പുറത്താക്കും, സസ്പെൻഡ് ചെയ്യുമെന്ന ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ റിമാൻഡിലായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ ചില പരാമർശങ്ങൾ കൂടി ഉണ്ട്. അതായത് കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതായത് മുൻ തിരുവാഭരണ കമ്മീഷണർ റെജിലാൽ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നു, അവരുടെ അറസ്റ്റിലേക്ക് അന്വേഷണം എത്തുന്നു. അവർ കൃത്യമായ പങ്ക് ഈ സ്വർണം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ട് എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തന്നെ പി.എസ്. പ്രശാന്തും അജികുമാറും ഈ ഗൂഢാലോചനകളിൽ കൃത്യമായി പങ്കെടുത്തു എന്നതിന് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. ഇവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ പോലും ബോധപൂർവം ഇരുവരും വീഴ്ച വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ 2019 ഈ കുറ്റകൃത്യം മറച്ചുവെക്കുന്ന തരത്തിൽ ഒരു പുതിയ ഉത്തരവ് 2025 ഇവർ ഇറക്കുന്നത്. അതായത് 2019 ദ്വാരപാലക ശില്പം കൊണ്ടുപോകുന്നു. അതിനുശേഷം 2025 ദ്വാരപാലക ശില്പം വീണ്ടും സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോയി സ്വർണം പൂശാൻ ശ്രമിക്കുന്നു. അതായത് മുൻ കാലയളവിൽ ഉണ്ടായിരുന്ന ആളുകളെ വെള്ളപൂശാനായിട്ടൊരു ഉത്തരവ് കൂടി ഇവർ ഇറക്കി എന്ന ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാന പരാമർശം പറയുന്നു. ഒപ്പം തന്നെ തുടരെ ഈ സ്വർണം അപഹരിക്കുന്നതിന് ഒത്താശ ചെയ്യാനും ഇവർ ഗൂഢാലോചന നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പങ്കജ് ഭണ്ഡാരിക്കും പണമുണ്ടാക്കാൻ ഒരു അവസരം കൂടി ഇവർ ഒരുക്കി നൽകി എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗത്തിൽ പറയുന്നു. ഒപ്പം തന്നെ ഇവർക്കെതിരെ തെളിവുകളുണ്ട്. അതുപോലെ തന്നെ ഇരുവരെയും ഈ കസ്റ്റഡി വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകും എന്നും കോടതിക്ക് മുമ്പാകെ SIT പറഞ്ഞു. എന്തായാലും 2025 വരെയുള്ള ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ പങ്കും ഇതിൽ അന്വേഷിക്കുമെന്നുകൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ഒരു ഭാഗത്തിൽ പറയുന്നു. എന്തായാലും കൂടുതൽ അറസ്റ്റിലേക്ക് പോകുന്നു. ഇനി ശരി, എന്തായാലും പ്രശാന്തും അജയ്കുമാറിനെയും 14 ദിവസത്തേക്ക് റിമാൻഡും ചെയ്തിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതി. വിവരങ്ങളാണ് ഷമീർ നൽകിയത്.